സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം അധ്യായം 1 തിരുവചനം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ഇയ്യോബിൻ്റെ പുസ്തകം 1 അധ്യായം 1 തിരുവചനത്തിൽ ഒരു പുരുഷൻ്റെ ജീവിതത്തിലെ 4 ഗുണഗണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവശ്യം ഉണ്ടാകേണ്ട 4 ഗുണഗണങ്ങളാണ്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഊസ് എന്ന് പറയുന്ന ആ ദേശത്ത് അനേകം പുരുഷന്മാർ ജീവിച്ചിരുന്നു. എന്നാൽ അവരെക്കുറിച്ചൊന്നും വേദപുസ്തകം ഒന്നും പറയുന്നില്ല. എന്നാൽ അവിടെ ഇയ്യോബ് എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ ഗുണഗണങ്ങളായി പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളിൽ ആദ്യത്തേത്, ആ മനുഷ്യൻ നിഷ്കളങ്കനായിരുന്നു എന്നുള്ളതാണ്. കളങ്കമറ്റവൻ, കപടമില്ലാത്തവൻ, വ്യാജമില്ലാത്തവൻ എന്നൊക്കെ ഈ വചനത്തെ വ്യാഖ്യാനിക്കാം. അതെ, ആ തലമുറയിൽ അനേകർ പാപത്തിലും അഥവാ ശാപത്തിലും അസത്യത്തിലും വ്യാജത്തിലും ഭോഷ്കിലും ജീവിച്ചപ്പോൾ ഇയ്യോബ് നിഷ്കളങ്കനായി, അഥവാ കളങ്കമില്ലാതെ, കപടമില്ലാതെ, വ്യാജമില്ലാതെ, അത് തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും വ്യാജമില്ലാതെ, കപടമില്ലാതെ നിഷ്കളങ്കനായി ജീവിക്കുവാൻ തന്നെ സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇത് നമുക്കും അത്യന്താപേക്ഷിതമാണ്. രണ്ടാമതായി ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് നേരുള്ളവൻ എന്നാണ്. നേര് എന്നാൽ അത് സത്യത്തിൻ്റെ പ്രതീകമാണ്. നേരും നീതിയുമൊക്കെ സത്യത്തിൻ്റെ ദർശനങ്ങളാണ്, അഥവാ സ്വരൂപങ്ങളാണ്, രൂപങ്ങളാണ്. നേരുള്ളവരായി ജീവിക്കുക എന്നുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുത്ത മനുഷ്യനാണ് ഇയ്യോബ്. ആ സമൂഹത്തിൽ അനേകർ നേരും നീതിയും ഒക്കെ വെടിഞ്ഞ് തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, അത് വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും നേരില്ലാത്തവരായി ജീവിക്കുമ്പോൾ ഇയ്യോബ് തന്നെ നേരെ ചൊവ്വേ, അഥവാ നേരുള്ളവനായി ജീവിക്കുവാൻ, നേരായ പാതയിൽ സഞ്ചരിക്കുവാൻ, സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ തന്നെ സമർപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതൊരു വലിയ സമർപ്പണമാണ്, ഒരു ആത്മീയ വെല്ലുവിളിയോടുകൂടിയുള്ള സമർപ്പണമാണ്. എല്ലാവർക്കും മുറുകെ പിടിക്കുവാൻ കഴിയാത്ത ഒരു ഗുണഗണമാണ്. മൂന്നാമതായി ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, അവൻ നിഷ്കളങ്കനും നേരുള്ളവനുമായിരിക്കുമ്പോൾ തന്നെ ദൈവഭക്തനുമായിരുന്നു. ഈ ഭൂമിയിൽ അനേകർ നിഷ്കളങ്കരായി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, നേരുള്ളവരായി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിൽ ചിലർ പരാജയപ്പെടുന്നു, ചിലർ വിജയിക്കുന്നു. എന്നാൽ ഈ 2 ഗുണഗണം ഉള്ളവരിൽ അനേകർ ദൈവഭക്തരായി ജീവിക്കുവാനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നില്ല. ഇത് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവിടുത്തെ ഭക്തരായി ജീവിക്കുവാനാണ്, അവിടുത്തെ ശിഷ്യരായി ജീവിക്കുവാനാണ്, അവിടുത്തെ സാക്ഷികളായി ജീവിക്കുവാനാണ്, ദൈവത്തിൻ്റെ മക്കളായി, പ്രിയമക്കളായി ജീവിക്കുവാനാണ്. ഇയ്യോബ് തന്നെ ദൈവഭക്തനായി ജീവിക്കുവാൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചിരുന്നു. അവസാനമായി ഈ വചനത്തിൽ പറയുന്നത്, ഇയ്യോബ് ദോഷം വിട്ടകലുന്നവൻ എന്നാണ്. അതെ, ദോഷമെന്നാൽ പാപമെന്നാണ്. അനേകർ ആ സമൂഹത്തിൽ ദോഷത്തിൻ്റെ അഥവാ പാപത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ, ഒരു ഭക്തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപത്തെ
പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് തൻ്റെ സമശിഷ്ടങ്ങളായി, സഹോദരങ്ങളായി, അയൽവാസികളായി അനേകർ ജീവിക്കുന്ന സമയം ഒരു വേർപെട്ട വിശുദ്ധ ജീവൻ നയിപ്പാൻ ഇയ്യോബ് തന്നെ സമർപ്പിച്ചിരുന്നു. ദോഷം വിട്ടകലുന്നവനായി ജീവിക്കുവാൻ സമർപ്പിതൻ. ഈ 4 ഗുണഗണങ്ങളാണ്. അനേകവിധമായ കഷ്ടനഷ്ട ശോധനകളും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിത്തീർന്നെങ്കിലും നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി അവന് തിരിച്ചു ലഭിക്കുവാൻ കാരണമായത് അവൻ മുറുകെ പിടിച്ചിരുന്ന ഈ നിഷ്കളങ്കത്വവും നേരും ദൈവഭക്തിയും ദോഷം വിട്ടകലുന്ന ഗുണഗണവുമായിരുന്നു. നമുക്കും ഈ ഗുണഗണങ്ങളെ മുറുകെ പിടിക്കാം. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അതെല്ലാം ഇയ്യോബിനെ പോലെ ഇരട്ടിയായി തിരിച്ചു നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ.